കുഞ്ഞ് എന്നെ വിളിച്ചാവോ? ഇല്ലല്ലോ. എനിക്ക് തോന്നി വിളിച്ചു. സത്യം പറയട്ടെ കുഞ്ഞ്, ഇപ്പോ ഈ രൂപത്തിൽ കുഞ്ഞിനെ കാണുമ്പോ മനസ്സിന് എന്തൊരു തണുപ്പാണെന്നറിയാം. ഇനി ആ കഴുത്തിലൊരു താലിമാലയും കൂടെ കണ്ടാൽ സമാധാനായി. ഈ പ്രായത്തിൽ ഇനി അതൊക്കെ മോഹിച്ചിട്ട് എനിക്കിത് കേൾക്കുമ്പോഴാ ഈ കാര്യത്തിന് മാത്രം പ്രായം ഒരു പ്രശ്നമല്ലെന്നേ. കുഞ്ഞൊരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഈ അനന്തപത്മനാഭയ്യർ ഏറ്റു. എന്റെ അറിവിൽ ഒരാളുണ്ട്, ഭാര്യ നേരത്തെ മരിച്ചു, 2 കുട്ടികൾ മാത്രം. തങ്കപ്പെട്ട സ്വഭാവം, ഇടത്തരക്കാരാണെങ്കിലും മനസ്സുകൊണ്ട് വലിയവർ. ഒത്ത തടി, ഒത്ത പൊക്കം, നല്ല തേജസ്സുള്ള മുഖം. വേറെ ആരുമല്ല, നമ്മുടെ ഉണ്ണിയുടെയും രാജുവിന്റെയും ഫാദറാ. ആ പിന്നെ ഞാൻ ഈ പറയുന്നതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശവും കൂടി ഉണ്ട്. ഉണ്ണിയും രാജുവും നമ്മുടെ കുട്ടികളാ. നമ്മുടെ ബിസിനസിന്റെ ലൈനും അവർക്കറിയാം. നാളെ ചുമതല ഏൽപ്പിക്കാൻ പറ്റിയവരെ ഇപ്പോഴേ കണ്ടുവയ്ക്കുന്നതും ബുദ്ധിയാ. നമുക്കൊരു സവടം വരെ ഒന്ന് പോവാൻ. ഈ പ്രായത്തിൽ ഇനി എനിക്ക് കല്യാണമോ? ക്ഷോഭിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കൃഷ്ണനായർ സാറും കേട്ടിരിക്കുകയായിരുന്നല്ലോ. ഗോവിന്ദൻകുട്ടിക്ക് അതിനും വേണ്ടി പ്രായമോ മറ്റായോ? ഇല്ലല്ലോ. അവർക്കും അത്രയധികം പ്രായമൊന്നും ആയിട്ടില്ല. നല്ല തങ്കപ്പെട്ട സ്വഭാവം. അല്ല, സ്വാമി പറയുന്നതിൽ കാര്യമുണ്ട്. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? കല്യാണം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ കഴിക്കുമായിരുന്നില്ലേ? അന്ന് അച്ഛൻ കല്യാണം കഴിക്കായിരുന്നത് ഞങ്ങളുടെ നന്മയെ ഓർത്തിട്ടായിരുന്നു. ഇപ്പൊ അവർ വളർന്നില്ലേ ഗോവിന്ദൻകുട്ടിയെ? അത് തന്നെയുമല്ല, അച്ഛൻ ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് പറയുന്നതും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. നിന്റെ കല്യാണം നടന്നാൽ ഉണ്ണിയുടെ കല്യാണം നടത്താൻ വല്ല വിഷമമുണ്ടോ? 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 1 റുപ്യ പോലെയല്ലേ? മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗമായിട്ട് അങ്ങോട്ട് കണക്കാക്കുക. ഗോവിന്ദൻകുട്ടി, താൻ ആദ്യം ആ കാഷായ വസ്ത്രമൊക്കെ കൊണ്ട് അഴിച്ചു കളയാ. ഞാൻ ഒരു ദോശ കുറച്ച് കഴിക്കാൻ വന്ന ഈ അച്ഛൻ കേൾക്കത്തില്ല. ഇപ്പൊ പാന്റ് അയ്യോ, അങ്ങനെയല്ല, അങ്ങനെയല്ല, ഒന്ന് വേഗം അങ്ങനെ. തലപോര തല. നമസ്കാരം. വന്നാട്ടെ വന്നാട്ടെ. താങ്ക് യു. അങ്ങോട്ടിരുന്നാട്ടെ. പോയി കാപ്പി. വിവരങ്ങളൊക്കെ സ്വാമി പറഞ്ഞു. ഇതിൽ കൂടുതലൊരു സന്തോഷം ഉണ്ടാവാനില്ല. മാഡം കാപ്പി. മാഡം എന്തിനാ വിളിക്കുന്നത്? അമ്മേന്ന് വിളിക്കൂ. ആളെനക്കം ഇല്ലാതെ വീർപ്പ് മുട്ടി കഴിയായിരുന്നു ഇവിടെ. എനിക്ക് എത്ര സന്തോഷമായെന്നറിയാമോ? ഇനി എല്ലാരും ഇവിടെ തന്നെ താമസിക്കണം. ഈ അടുക്കളപ്പണിയിൽ നിന്നും അറ്റാ ഗ്ലാസ് എനിക്കൊരു മോചനം കിട്ടുകയാണല്ലോ. എന്താ കാര്യം? 1 ലക്ഷം രൂപയുടെ കാര്യമല്ലേ മോനെ? എനിക്കെല്ലാം അറിയാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ഒരു പ്രശ്നവുമില്ല. ഒന്നല്ല, 2 ലക്ഷം രൂപ. ഇപ്പോഴോ? ചേച്ചി,
എല്ലാ താളത്തിനും ഒരു തുള്ളി. ഇനിയും തടസ്സം പറഞ്ഞാലുണ്ടല്ലോ എന്റെ മട്ട് മാറും. ചേച്ചി പറയുന്നത് എന്തോ അനുസരിക്കാൻ തയ്യാറായി നിൽക്കല്ലേ ഉണ്ണേട്ടൻ. ഇതിൽ കൂടുതൽ ഇനി ചേച്ചിക്ക് എന്താ വേണ്ടത്? എല്ലാരും കൂടി എന്നെ ട്രാപ്പ് ചെയ്യുകയാണ്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അയാളെ വേണ്ട. എന്താടി അയാൾക്കൊരു കുറവ്? ചേച്ചിക്ക് എപ്പോഴും ചേച്ചിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ചേച്ചിക്കറിയൂ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ ജീവിതം കൂടിയാ തകരുക. രാജന് വിവാഹം കഴിക്കണമെങ്കിൽ ഇത് നടന്നേ തീരൂ. എനിക്ക് വേണ്ടിയെങ്കിലും എന്റെ ചേച്ചി ഈ പിടിവാശിയൊന്ന് മാറ്റില്ലേ? ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി എന്തൊക്കെ പങ്കപ്പാടാ പെട്ടത്, എന്തൊക്കെ കളിയാ കളിച്ചത്. എങ്കിൽ തന്നെ എന്താ, ഒടുവിൽ നേടിയെടുത്തല്ലോ. എന്താ ഇങ്ങനെ? എന്നെ കളിപ്പിക്കാൻ വേണ്ടി ദേഷ്യം അഭിനയിക്കാണല്ലേ? ഇത്രയും നാളോട്ട് കളിപ്പിച്ചത് പോരെ? ഒന്നിങ്ങോട്ട് നോക്കി. എന്താ രോഹിണി ഇത്? ഒന്നിങ്ങോട്ട് നോക്കിയേ. നോക്കാൻ പറഞ്ഞ ഇങ്ങനെയാണോ നോക്കുന്നത്? എടുത്തു കയറ്റി മുഖം വീർപ്പിച്ച്. ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോ ഒരു ഇതൊക്കെ വേണ്ടേ? നേരമാണെങ്കിൽ ഇതാന്ന് പറയുന്നതിന് മുമ്പ് വെളുക്കും. രോഹിണി വാ. ലുക്ക് ഹിയർ, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എന്റെ ഭർത്താവാണ്. ബട്ട് അത് അവരുടെ മുന്നിൽ മാത്രം മതി. എന്തൊക്കെയാ രോഹിണി നീ പറയുന്നേ? മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രോ? നമ്മൾ ശരിക്കും കല്യാണം കഴിച്ചാൽ? വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. അന്തസ്സ് നിലനിർത്തണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ഭാവിക്കാം. ബട്ട് നത്തിങ് മോർ. മനസ്സുകൊണ്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാൻ ഒരു കാലത്തും എന്നെ കൊണ്ടാവില്ല. രോഹിണി നീ ഇനഫ്, കൂടുതലൊന്നും പറയണ്ട. എനിക്കൊന്ന് ഉറങ്ങണം. ഒന്നുകിൽ നിങ്ങൾ ഇവിടെ കിടക്കും, ഞാൻ പുറത്തു പോകാം. അല്ലെങ്കിൽ